Okay, dear students, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുവാണ്. ലാസ്റ്റ് വൺ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ പഠിച്ചു റിസ്ക് അല്ലേ. റിസ്ക് മീൻസ് there is chance of incurring loss or there is chance of not earning the expected inflows. We know that all the techniques of capital budgeting require the estimation of future cash inflows, future cash outflows. But we know that due to uncertainty about the future is uncertain. So it is not possible to predict correctly all the cash inflows and cash outflows because future is uncertain. So also we can say that we have to estimate the demand for the product, production, sales, cost, selling expense, etc. All these have to be estimated. But we know that this estimation cannot be exact. For example, a product may become obsolete much more earlier than the anticipated date due to unexpected technological development. അപ്പോൾ നമുക്കറിയാം, പുതിയ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ പഴയ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ പെട്ടെന്ന് ഔട്ട്ഫാഷൻഡ് ആകും. അതുകൊണ്ട് ഔട്ട് ഫാഷൻഡ് ആവും. അത് എപ്പോഴാണ് ഔട്ട് ഫാഷൻഡ് ആകുന്നത്? നമുക്ക് പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ 10 വർഷത്തിന് മുന്നേ ആ മെഷീനറി ചിലപ്പം ഒബ്സൊലൈറ്റ് ആകും. അതുകൊണ്ട് പറയുന്നു ദർ ഈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, സോ ഓൾ ദീസ് എലമെൻറ്റ്സ് ഓഫ് അൺസർട്ടനിറ്റി ഹാവ് ടു ബി കൺസിഡേർഡ് വൈൽ മേക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഇപ്പോൾ ഈ അൺസർട്ടനിറ്റീസ് എല്ലാം കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് വാട്ട് ആർ ദ ടെക്നിക്സ്, സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതിൽ ഒന്നാമത്തെയാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. നമ്മൾ കണ്ടു പി വി ഫാക്ടർ അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ഡിസ്കൗണ്ട് ഫാക്ടർ. നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പി വി ഫാക്ടർ ഓർ ഡിസ്കൗണ്ട് ഫാക്ടർ ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഡിസ്കൗണ്ട് റേറ്റ് കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കുറയും. അതുകൊണ്ട് പറയുന്നു ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് കൺസിഡറിങ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഓർ അക്കൗണ്ടിങ് ഫോർ റിസ്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ടു ഇൻക്രീസ് ദ ഡിസ്കൗണ്ട് ഫാക്ടർ ഓർ കട്ട് ഓഫ് റേറ്റ് ബൈ സർട്ടൻ പെർസെൻറ്റേജ്. സപ്പോസ് ഈ ദ പ്രോജക്റ്റ് ഈസ് ഹൈ റിസ്കി, നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ 10%. സപ്പോസ് ദാറ്റ് പ്രോജക്റ്റ് ഈസ് ഹൈ റിസ്കി ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ 10 എന്നുള്ള എത്രയാക്കാൻ പറ്റും? 10 നമുക്ക് 15% ആക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടോ, നമ്മൾ 10 എന്നുള്ള 15% ആക്കി വർദ്ധിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ പി വി ഫാക്ടർ കൂട്ടുക. ഓക്കെ, ദ പ്രോജക്റ്റ് വിച്ച് ആർ മോർ റിസ്കി ആൻഡ് വിച്ച് ഹാവ് ഗ്രേറ്റർ വേരിയബിലിറ്റി ഇൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസിൽ ഭയങ്കര അധികം വേരിയബിലിറ്റി ഓർ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കൂട്ടണം, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൂട്ടണം. നിങ്ങൾ നിങ്ങളുടെ ലോഗരിതം ടേബിൾ ഒന്ന് നോക്കുക. 10% നിങ്ങൾ കണ്ടു കാണും, 0.909, രണ്ടാമത്തെ വർഷം 826. ഇതാണ് പി വി ഫാക്ടർ. ആ സ്ഥാനത്ത് 15% ആകുമ്പം പി വി ഫാക്ടർ കുറയുമായിരിക്കോ കൂടുമായിരിക്കോ? 15% ആകുമ്പോൾ പി വി ഫാക്ടർ കുറയും. 15% ആകും, പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് റേറ്റ് അന്ന് സെമിനാർ എടുത്തപ്പം കണ്ടു 100/110, 10% ആണെങ്കിൽ, 15 ആണെങ്കിൽ 100/115. അപ്പോൾ നമുക്കറിയാം വാല്യൂ കുറയുകയാണ്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പം 15% ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം 15% ആണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 15%-ന് റേറ്റ് വരുന്നത് 0.869. ആദ്യത്തത് 0.869, then 756 ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 10% ആണെങ്കിൽ 100/110 ആയിരുന്നു. 15% ആണെങ്കിലോ 100/115 ഉണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് അത്
ആണ്. പി വി ഫാക്ടർ കൂടുമ്പോൾ പ്രസൻറ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ കട്ട് ഓഫ് റേറ്റ് പി വി ഫാക്ടർ കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കുറയും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞ് ഹയർ ദ റിസ്ക് കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് റേറ്റ് കൂട്ടുക, പി വി ഫാക്ടർ കൂട്ടുക. ഓക്കെ, റിസ്ക് കുറവാണെങ്കിലോ കട്ട് ഓഫ് റേറ്റ് കുറയ്ക്കുക. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ബീറ്റ കമ്പനീസ് കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ദ 2 ഓൾട്ടർനേറ്റീവ് മെഷീൻസ് എ ആൻഡ് ബി, രണ്ടിൻ്റെ വില 1 lakh. ക്യാഷ് ഇൻഫ്ലോസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 40,000, 35,000, 25,000, 20,000. ഇൻവെസ്റ്റ്മെൻറ്റ് ബീൻ്റെ 50,000, 40,000, 30,000, 30,000. ദ കമ്പനി ഹാസ് എ ടാർഗറ്റ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഓഫ് 10%. റിസ്ക് പ്രീമിയം റേറ്റ് 2%ഉം 8% ഉണ്ടോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്ക് 2%ഉം ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്ക് 8%. അപ്പോൾ ഏതാ കൂടുതൽ റിസ്ക് ഏതാ? ഇൻവെസ്റ്റ്മെൻറ്റ് ബി ആണ്. അപ്പോൾ നമുക്ക് കണ്ടു റിസ്കിനനുസരിച്ച് റിസ്ക് പ്രീമിയം റിസ്ക് പ്രീമിയം റേറ്റ് ഏതിനോടുകൂടി ആഡ് ചെയ്യുക? പി വി ഫാക്ടറിനോടുകൂടി. അപ്പോൾ ആദ്യത്തേൻ്റെ പി വി ഫാക്ടർ എത്രയാകും? 10% + 2% 12% ഇൻവെസ്റ്റ്മെൻറ്റ് എക്ക്, മറ്റേന് 18%. സോ എന്നിട്ട് അതനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക ഉണ്ടോ? സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് 2 പ്രോജക്ട്സ്. ഫസ്റ്റ് കോളം ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് 12% നമ്മൾ എഴുതി. 10 + 2 എന്ന് ഞാൻ പറഞ്ഞു 12%. നിങ്ങളുടെ ലോഗരിതം ടേബിൾ നോക്കാൻ നമുക്ക് കിട്ടും. 12% നേരെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ 893, 797, 712, 635. ദെൻ അടുത്തത് 18%ൻ്റെ ഉണ്ടോ? അപ്പോൾ നമുക്ക് കണ്ടു പി വി ഫാക്ടർ കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. 8.847, 718. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിന് എന്ത് ചെയ്യും? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടി. അപ്പം പ്രോജക്റ്റ് എയുടെ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ 94,115. എത്രയാണ് കോസ്റ്റ്? 1 lakh ഉണ്ടോ? അപ്പോൾ നമുക്കിവിടെ വരുന്നത് NPV നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ? ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണ്ട. കാരണം എന്തുകൊണ്ടാണ്? അവിടെ NPV വരുന്നത് 5,885 ആണ് വരുന്നത്. ഇനി പ്രോജക്റ്റ് ബീൻ്റെ നോക്കിക്കേ, നമ്മൾ 18% പി വി ഫാക്ടർ എടുത്തു, ക്യാഷ് ഇൻഫ്ലോസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 1,04,520. ഓക്കെ, ഇവിടെ നമുക്ക് ദെൻ NPV കണ്ടുപിടിച്ചു. പ്രോജക്റ്റ് ബീൻ്റെ NPV എത്രയാണ്? 1,04,820 1 lakh കുറച്ചപ്പോൾ പ്ലസ് പോസിറ്റീവ് ആയി കിട്ടിയ പോസിറ്റീവ് NPV ആയിട്ട് 4,820. ഇപ്പം നമ്മൾ പറയും റിസ്ക് കൂടുന്നതിനനുസരിച്ച് പ്രോജക്റ്റിൻ്റെ ഏത് പ്രോജക്റ്റ് എടുക്കണം. ഇവിടെ ഏത് പ്രോജക്റ്റ് നമ്മൾ എടുത്താൽ മതി? പ്രോജക്റ്റ് ബി എടുത്താൽ മതി. എന്തുകൊണ്ടാണ്? ബിക്കാണ് ഹൈ NPV ഉള്ളത് അല്ലേ? ഇവിടെ പി വി ഫാക്ടർ കൂട്ടി എങ്കിലും ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ പി വി ഫാക്ടർ കുറവാണ്, പക്ഷെ എന്നിട്ടും NPV എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ റിസ്ക് കൺസിഡർ ചെയ്തിട്ടുള്ള പി വി ഫാക്ടർ ദാറ്റ് ഈസ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് പി വി ഫാക്ടർ കൂട്ടുക. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യും? കുറയും. എന്നിട്ട് നോക്കുക ഏത് പ്രോജക്റ്റാണ് പോസിറ്റീവ് NPV തരുന്നത്. ദാറ്റ് പ്രോജക്റ്റ് ഈസ് ടു ബി അക്സെപ്റ്റഡ്.